തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്ത പങ്കുവയ്ക്കുമ്പോൾ അത് ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള സഹകരണം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് DMK. അടുത്ത തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ DMK പങ്കെടുക്കില്ല. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തി. കോൺഗ്രസിന്റെ വഞ്ചന DMK ഒരിക്കലും മറക്കില്ല. കോൺഗ്രസിന്റെ വിജയിച്ച MLA-മാർ പോലും തങ്ങളുടെ നേതാവിനെ കണ്ടിട്ടില്ല. TVKയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിനെ ചതിച്ചു എന്ന വിമർശനം കൂടിയാണ് ഉന്നയിച്ചത്. நம்ம கூட கூட்டணி வச்சிருந்த கூடிய காங்கிரஸ் இயக்கம் துரோக கூட்டம் நம்ம பேரை சொல்லி நம்ம தலைவர் முகத்தை காட்டி வாக்குகளை பெற்று தலைவரை பார்த்து ஒரு நன்றி கூட சொல்லாம ஓடி போச்சு. அந்த நன்றி கெட்ட கூட்டம் திமுக காரன் என்னைக்கும் மறக்க மாட்டான், மறக்க கூடாது. തമിഴ്നാട്ട് മക്കളും മറക്കാൻ മാട്ടാங்க. PG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിനു തൊട്ടു പിന്നാലെ 5 MLA-മാരുള്ള കോൺഗ്രസാണ് പിന്തുണയുമായി എത്തിയത്. അതൊരു വഞ്ചനയായിരുന്നു എന്ന് DMK പറയുന്നു. എന്താണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ സാഹചര്യം, ഒപ്പം ദേശീയ തലത്തിൽ? അതെ അഭിലാഷ്, ദേശീയ തലത്തിൽ തമിഴ്നാട്ടിൽ ആ മുന്നണി ബന്ധം നേരത്തെ തന്നെ പിരിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ദേശീയ തലത്തിലും വലിയ പ്രതിഫലനം ഉണ്ടാവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ന് ഈ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെയും DMK-യുടെയും പ്രവർത്തകർ തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ പോലും ഉണ്ടാവുകയാണ്. ആ തരത്തിലേക്ക് ആ മുന്നണി ബന്ധം, പഴയ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഉദയനിധി സ്റ്റാലിൻ ഇത്ര ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഞങ്ങളിത് മറക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ DMK പ്രവർത്തകർ ഇത് വികാരമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് പോലും തമിഴ്നാട്ടിലെ കോൺഗ്രസ് DMK ബന്ധം മാറുന്നു എന്നതാണ്. ദേശീയ തലത്തിൽ ഇതിൻ്റെ പ്രതിഫലനത്തിലേക്ക് പോകുമ്പോൾ സാഹചര്യം മറ്റൊന്നാണ്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിലെ ശക്തമായ വക്താക്കളായിരുന്നു DMK. 22 MP-മാരുടെ പിന്തുണയുമായി കരുത്തു തെളിയിച്ച് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ ഇനി ആ MP-മാരുടെ പിന്തുണയുണ്ടാവില്ല എന്ന് മാത്രമല്ല, DMK-യുടെ രാഷ്ട്രീയ പിന്തുണയും ഉണ്ടാവില്ല. 8-ാം തീയതി തിങ്കളാഴ്ചയാണ് ഇന്ത്യ മുന്നണി യോഗം ചേരേണ്ടത്. ഈ മുന്നണി യോഗത്തിൽ DMK പങ്കെടുക്കില്ലെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്ത്യ മുന്നണി കൂടുതൽ ദുർബലമാവുന്നു എന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇത് നഷ്ടം എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ദീർഘകാല ലക്ഷ്യമുണ്ടാവാം ഒരുപക്ഷെ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കൊപ്പം ചേർന്ന് കൂടുതൽ സീറ്റുകൾ നേടാം, ഈ ഒരു താല്പര്യമുണ്ടാവാം. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അത് പൊതുവിൽ നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് സാഹചര്യം. തീർച്ചയായും ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ തീരുമാനങ്ങളാൽ ഘടകകക്ഷികൾ മാറി നിൽക്കുന്നു എന്നത് തീർച്ചയായും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നടക്കം വിമർശനം നേരിടുവാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.